إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്നും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. ഹജ്ജിനെ കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഹജ്ജിന്റെ സമയത്ത് സംഭവിച്ച ഒരു സംഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലെ അവസാനത്തെ ഹജ്ജ്, അതിനുവേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയും അതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യമായ അറഫയിൽ സംഗമിക്കുക എന്ന കർമ്മം ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയിലേക്ക് പോകാനായി ഒരുങ്ങി നിൽക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒട്ടകമായ ഖസ്വയുടെ മുകളിലേക്ക് കയറി. സഹാബിമാരെല്ലാവരും നബിയെ നോക്കി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടിട്ട് വേണം അവർക്കും പുറപ്പെടാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരുടെ ഇടയിലേക്ക് ഇങ്ങനെ നോക്കി. അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, പ്രഗൽഭരും പ്രശസ്തരുമായ ഒട്ടേറെ സഹാബിമാരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോട്ടത്തിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായി.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ പിന്നിൽ ഒരാൾക്ക് കൂടി ഇരിക്കാൻ അവിടെ അവസരമുണ്ട്. പലരും വിചാരിച്ചു നബി എന്നെ വിളിക്കുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് വിളിച്ചത് ഒരു കൗമാരക്കാരനായിരുന്ന ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ഉസാമ റളിയല്ലാഹു അൻഹുവിനെ തന്റെ ഒട്ടകപ്പുറത്തിലേക്ക് നബി കയറ്റിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടു പിന്നിൽ ഒരു റദീഫായി, പ്രവാചകന്റെ കൂടെയുള്ള യാത്രക്കാരനായി ആ കൗമാരക്കാരൻ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പുറപ്പെട്ടു. ആരാണ് പ്രിയപ്പെട്ടവരെ ഉസാമ എന്നറിയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകനായിരുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നിലേക്ക് പോയാൽ മക്കയിൽ ഒരു അടിമയായി ജീവിച്ച സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. സെയ്ദിന്റെയും അതുപോലെ തന്നെ അടിമയായിരുന്ന ഉമ്മു ഐമിന്റെയും മകനായ ഉസാമ കറുത്ത വർഗക്കാരനായിരുന്നു. കറുത്ത നിറവും തടിച്ച ചുണ്ടുകളും ചുരുണ്ട തലമുടിയുമൊക്കെയായിട്ടുള്ള ഒരു കുട്ടി. ആ കുട്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോകാനായി കൊണ്ടുപോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു യാത്രയിൽ അദ്ദേഹത്തെ കൂട്ടാൻ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ സംഗമിക്കുന്ന സമയത്ത് നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിളിച്ചു പറഞ്ഞ ഏറ്റവും ഗൗരവപ്പെട്ട ചില വാക്കുകളുണ്ട്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ എല്ലാവരുടെയും രക്ഷിതാവ് ഒന്നാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ എല്ലാവരുടെയും പിതാവ് ഒന്നാണ്. അലാ, നിങ്ങൾ അറിയണം, ലാ ഫളല ലിഅറബിയ്യിൻ അലാ അഅജമിയ്യിൻ വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യിൻ, ഒരിക്കലും ഒരു അറബിക്ക് അനറബിയേക്കാളോ ഒരു അനറബിക്ക് അറബിയേക്കാളോ യാതൊരു പ്രത്യേകതയുമില്ല. വലാ ലിഅഹ്മറ അലാ അസ്വദ് വലാ അസ്വദ അലാ അഹ്മർ, കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു പരിഗണനയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. ഈ ഒരു വാക്ക് അല്പസമയം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചുവെങ്കിൽ ആ പ്രഖ്യാപനം കേവലം നാവിലൊതുക്കാതെ, തന്റെ സംസാരത്തിലൊതുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിക്കുകയാണ്, ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് സഹാബത്തിനോട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചരിത്രം തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. ഏതാനും ദിവസങ്ങളായി നമ്മുടെ കേരളക്കരയിൽ വലിയ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ജാതീയതയുടെ പേരിൽ ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത നമ്മൾ വായിച്ചു. അത് ആത്മഹത്യയാണെന്നും കൊലപാതകമാണെന്നുമുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ ആ ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ല. പക്ഷേ ജാതീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഒട്ടേറെ തവണ വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതെങ്കിലും ഒരു സംഭവം നടക്കുന്ന സമയത്ത് മാത്രം, ആരെങ്കിലും ആ തരത്തിൽ ആക്ഷേപിക്കപ്പെടുമ്പോൾ മാത്രം, ആരെങ്കിലും കൊല ചെയ്യപ്പെടുകയോ ആത്മഹത്യ ചെയ്യപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് മാത്രം ആ വിഷയത്തിൽ വേനയുന്തുന്ന, ആ വിഷയത്തിൽ സംസാരിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ആ വാചകം ഒന്നുകൂടി പറയാം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ജാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജാതീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഓരോ മനുഷ്യനും അറിയേണ്ടതായ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിൽ പ്രിയപ്പെട്ടവരെ ആദ്യം ഓർമ്മപ്പെടുത്തട്ടെ, എന്താണ് ഈ ജാതീയത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പലപ്പോഴും കാസ്റ്റലിസം എന്നുള്ള പേരൊക്കെ പറയാറുണ്ട്. എന്നാൽ എന്താണ് ഈ വിഷയം എന്ന് ചോദിച്ചാൽ, മനുഷ്യരെ അവർ ജനിച്ച കുലം, കുടുംബം, തൊഴിൽ അല്ലെങ്കിൽ പാരമ്പര്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും അതിൽ ചില ആളുകൾ ഉന്നതരാണെന്നും ചില ആളുകൾ അധപ്പതനത്തിലുള്ള താഴ്ന്ന ജാതിക്കാരൻ, താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും പറഞ്ഞുകൊണ്ട് വിവേചനം കൽപ്പിക്കുക എന്നതാണ് ജാതീയത എങ്കിൽ, അതിന്റെ ഒരു അംശം പോലും യാതൊരു വിഷയത്തിലും അല്ലാഹുവോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഇസ്ലാമിന്റെ പേരിൽ നൽകിയിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു വാചകം പറയുമ്പോൾ തന്നെ നമ്മുടെ മുസ്ലിമീങ്ങൾക്കിടയിൽ ചില സംഭവങ്ങളുണ്ട് എന്ന് ഞാൻ വിസ്മരിക്കുന്നില്ല.
ഇൻഷാ അള്ളാഹ് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അത് ഏത് മത വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് സംഘടനയിൽപ്പെട്ട ആളാണെങ്കിലും മനുഷ്യനാണോ, അവനോട് അല്ലാഹ് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്: നിന്റെ വാപ്പയും ഉമ്മയും ഒന്നാണ്. ഒരു പിതാവിൽ നിന്ന്, ഒരു ആണിൽ നിന്ന്, ഒരു പെണ്ണിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനോളം സുന്ദരമായൊരു വാക്ക് നമുക്ക് പറയാനുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ഒരിക്കലും മുസ്ലിമേ എന്ന് വിളിച്ചിട്ടില്ല, ഏതെങ്കിലും ഇതര മതത്തിൽപ്പെട്ട ആളുകളെയല്ല, മറിച്ച് ഏതെങ്കിലും സംഘടനക്കാരെയല്ല. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ, തീർച്ചയായും നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. ഒരു ആണിന്റെ, ഒരു പെണ്ണിന്റെ, ഒരു വാപ്പയുടെ ഉമ്മയുടെ മക്കളാണ് എല്ലാവരും. ഈ വാക്കുണ്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരാളെ അവന്റെ ജാതിയുടെ പേരിലോ, അവന്റെ നിറത്തിന്റെ പേരിലോ, അവന്റെ വംശത്തിന്റെ പേരിലോ, അവന്റെ തറവാടിന്റെ പേരിലോ, അവന്റെ ജോലിയുടെ പേരിൽ പോലും വിമർശിക്കാൻ കഴിയും. ആ ഒറ്റ വാക്ക് എല്ലാത്തിലുണ്ട്. നമ്മുടെ സഹോദരൻ, നമ്മൾ കുറച്ച് നിറമുള്ള ഒരാൾ, അവൻ നിറമില്ല എന്നുള്ളത് കൊണ്ട് അവന്റെ സഹോദരനല്ല എന്ന് നമ്മൾ പറയൂ. നമ്മുടെ അത്ര ജോലി, നമ്മൾ ചെയ്യുന്ന ജോലിയല്ല അവന്റെ ജോലി എന്നുള്ളത് കൊണ്ട് അവൻ എന്റെ കുടുംബമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹ് പറയാണ്, വഖലഖനാകും, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ, ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആണ് ആദം നബി അലൈഹിസ്സലാം ആണെങ്കിൽ പെണ്ണ് ഹവ്വ ബീവിയാണ്. ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ് എല്ലാവരും ഉള്ളത്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുള്ളത്. അതാണ് ഒരു വിശാല കാഴ്ചപ്പാട് ഇസ്ലാം നൽകുന്നത്. ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങനെ ആർക്കെങ്കിലും വല്ല പ്രത്യേകതയും മനുഷ്യർക്കിടയിൽ ഉണ്ടെങ്കിൽ അതവരുടെ ജന്മം കൊണ്ടോ, അവരുടെ വംശം കൊണ്ടോ, അവരുടെ കുലം കൊണ്ടോ, അവരുടെ തറവാട് കൊണ്ടോ ഒന്നുമല്ല. നേരത്തെ പറഞ്ഞ വാചകത്തിലുണ്ട്, തഖ്വ കൊണ്ടാണ്. ആരാണോ മുത്തഖീങ്ങൾ, ആരാണോ അല്ലാഹ് പറഞ്ഞതുപോലെ ജീവിക്കുന്നത്, അവർക്കാണ് പരിഗണനയുള്ളത്. നേരത്തെ ഓതി വെച്ച ആ ആയത്തിന്റെ ബാക്കിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു, തീർച്ചയായും നിങ്ങളെ ഇങ്ങനെ വംശവും മറ്റുമൊക്കെ ആയിട്ടുള്ളത്, നിങ്ങൾ അങ്ങനെ ആക്കിയിട്ടുള്ളത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹ് അത്ഖാക്കും, തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാന്റെ അടുക്കൽ ഏറ്റവും പരിഗണനയുള്ളവർ ആരാണോ തഖ്വയുള്ളവർ അവർക്കാണ്. അള്ളാനെ ഭയപ്പെട്ട് ജീവിക്കുന്നത് ആരാണോ അവർക്കാ പരിഗണന. ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നല്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, ഖുറൈശി കുടുംബം ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ളവർ തന്നെയാണ്. പക്ഷേ ആ കുടുംബത്തിൽ ജനിച്ച അബൂലഹബിനെ അള്ളാഹ് പരിഗണിച്ചത് എങ്ങനെയാ? തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, അവൻ നശിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞു. കാരണം അവിടെ തഖ്വയില്ല, ഈമാനില്ല. ഈമാനില്ലെങ്കിൽ പിന്നെ അവന് സ്ഥാനമില്ല. നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു അബൂലഹബ്. അബൂലഹബിന്റെ ശരിക്കുള്ള പേര് അബ്ദുൽ ഉസ്സ എന്ന, അബ്ദുൽ ഉസ്സ ബിൻ അബ്ദുൽ മുത്തലിബ്. പിന്നെ ഈ അബൂലഹബ് എന്നുള്ള പേര് കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ? ലഹബ് എന്ന വാക്കിന്റെ അർത്ഥം ജ്വാല എന്നാണ്, പ്രകാശം. നല്ല ജ്വാലയുള്ളവൻ, നല്ല പ്രകാശമുള്ളവൻ, കാണാൻ നല്ല മൊഞ്ചുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് അബൂലഹബ് എന്ന പേര് വന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൗന്ദര്യമുള്ള അബൂലഹബിനേക്കാൾ അല്ലാഹുക്ക് ഇഷ്ടമുള്ളത് ഒരു പക്ഷേ നമ്മുടെ കണ്ണിൽ സൗന്ദര്യം കുറവുള്ള ബിലാലിനായിരുന്നു. ബിലാലിനാണ് ഇസ്ലാമിലെ പ്രാധാന്യം. എത്രത്തോളം? ഇസ്ലാമിലെ ഒന്നാമത്തെ ബാങ്കിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ ബാങ്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്കിന്റെ പദങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ബിലാലിന്റെ ചെവിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ബിലാലാണ് ആദ്യമായി കൊണ്ട് ഉച്ചരിക്കുന്നത്. കഅബത്തിന്റെ പുറത്ത് കയറിക്കൊണ്ടുവരെ ബാങ്കിന്റെ ഉച്ചാരണങ്ങൾ വിളിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ അവിടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ഒരു പരിഗണന ഈ ഒരു തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പരിഗണന കൊടുക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരാളുടെ നിറം നോക്കിയിട്ടോ അവന്റെ കുടുംബം നോക്കിയിട്ടോ ഒന്നുമല്ല എന്നുകൂടി മനസ്സിലാക്കണം. ഇനിയോ മൂന്നാമത്തെ കാര്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ആ ഇബാദത്തിൽ പോലും ഒരു സമത്വമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്.
ഇബാദത്തിൽ പോലും സമത്വം. ഇതര മതത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ചില ആരാധനാലയങ്ങളിൽ കയറാൻ പാടില്ല, അവിടെ ഇരിക്കാൻ പാടില്ല, അതിലൂടെ നടക്കാൻ പാടില്ല, അതിന്റെ കോമ്പൗണ്ടിൽ പോലും കയറാൻ പറ്റാത്ത ആളുകൾ ഇല്ലേ നമ്മുടെ സമൂഹത്തിൽ? നമ്മുടെ കേരളക്കരയിൽ പോലും എത്രയെത്ര ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അവര് ഞങ്ങളുടെ ഇന്നാലിന്ന ആരാധനാലയത്തിൽ കയറാൻ പാടില്ല, അവിടെ ഇരിക്കാൻ പാടില്ല, അവര് സംസാരിക്കാൻ പാടില്ല, അതിലൂടെ നടക്കരുത് എന്ന് വരെ ബോർഡ് വെച്ച സ്ഥലങ്ങളിലെ. എന്നാൽ അവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി. ഏതൊരു മനുഷ്യനാവട്ടെ, ഏത് വിശ്വാസക്കാരനാവട്ടെ, അവന് പള്ളിയിൽ വന്നു എന്നതുകൊണ്ട് ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല. അവൻ ശുദ്ധിയോടുകൂടി വരണമെന്ന് മാത്രം, മലിനമാക്കരുത് എന്ന് മാത്രം. എല്ലാവർക്കും കയറാം. അവിടെ ചില ആളുകളെങ്കിലും പറയും ഇസ്ലാമിൽ ജാതീയതയില്ലെങ്കിൽ പിന്നെ ഒരുപാട് സംഘടനകളില്ലേ, ആ സംഘടനകൾ അനുസരിച്ചുകൊണ്ടല്ലേ നിങ്ങൾ പോകുന്നത്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് സംഘടനയിൽ വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം. ഇനി ആ മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാകാം. ഇനി ഒരു സംഘടനയിലും പ്രവർത്തിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അവന്റെ ജന്മം കൊണ്ടല്ല ആ സംഘടനയിലേക്ക് അവനൊരു മെമ്പർഷിപ്പ് 10 രൂപയോ 50 രൂപയോ എത്രയാണോ മെമ്പർഷിപ്പ് ഉള്ളത് അത് കൊടുത്താൽ കയറാൻ പറ്റും, അതില്ലേ ഒഴിവാകാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ആ സംഘടനയ്ക്ക് എന്തോ ഒരു പ്രത്യേകത അതില്ല, അത് ഇസ്ലാമിലില്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് വന്നത് ആരൊക്കെയാ? ആ പള്ളിയിൽ വലിയ പണക്കാരനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിന്നിരുന്ന നമസ്കാരക്കാരൊക്കെയാണ്? ഈ പറയപ്പെട്ട ഉസാമത്ത് ബിൻ സൈദിനെ പോലുള്ള ആളുകൾ, അമ്മാറിനെ പോലുള്ള ആളുകൾ. അവരൊക്കെ അടിമകളായിരുന്നു, കൊല്ലപ്പണിക്കാരനായിരുന്നു. അതുപോലെ തന്നെ സുബൈർ റളിയല്ലാഹു അൻഹു തയ്യൽക്കാരനായിരുന്നു. എന്തിനേറെ അലി റളിയല്ലാഹു അൻഹു കൂലിപ്പണി ചെയ്ത് ജീവിച്ച ആളാണ്. പുല്ലുവട്ടലുമൊക്കെ ആയിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ പണി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആട്ടിടയനായിരുന്നു. ഏതെങ്കിലും ഒരു തൊഴിലിന്റെ പേര് പറഞ്ഞിട്ട് അവൻ നമ്മുടെ കൂടെ ഇരിക്കണ്ട, അവന് കല്യാണം കഴിച്ചു കൊടുക്കണ്ട, അവനെ ഒഴിവാക്കണം, അവനുമായിട്ട് ബന്ധം വേണ്ട എന്ന് ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒന്നിച്ചാ നിന്നിരുന്നത്. അത് കേവലം മദീന പള്ളിയുടെ കാര്യത്തിൽ മാത്രമല്ല, മക്ക പള്ളിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു പള്ളിയിലും എല്ലാവരും ഒന്നിച്ചു. ഇനിയോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണല്ലോ നമസ്കാരം എന്ന് പറഞ്ഞാൽ. ആ നമസ്കാരത്തിൽ പോലും തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ, കാലുകൾ ചേർത്ത് വെക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ പണക്കാരായ ആളുകളൊക്കെ ഒന്നാമത്തെ സഫിൽ നിൽക്കുക, ബാക്കിയുള്ളവരൊക്കെ പിന്നിലേക്ക് പോകട്ടെ എന്ന ഒരു സിദ്ധാന്തമല്ല. രാജാവും പ്രജയും ഒരൊറ്റ സഫിൽ. ഒരു പക്ഷേ നേരത്തെ വരുന്ന ആൾ പണിക്കാരനാണെങ്കിൽ അയാൾ നിൽക്കുന്നതിന്റെ കാൽ ഭാഗത്തായിരിക്കും, കാലിന്റെ ഭാഗത്തായിരിക്കും ഒരു പക്ഷേ അയാളുടെ ഉടമസ്ഥൻ നിൽക്കുന്നത്. അയാളുടെ ജോലിക്ക് അല്ലെങ്കിൽ അയാൾ ഏതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടോ അയാൾ സുജൂദ് ചെയ്യുന്നത് തന്റെ ജോലിക്കാരൻ നിൽക്കുന്നതിന്റെ ഭാഗത്താണ്. ഒന്നാമത്തെ സഫിൽ രണ്ടാമത്തെ സഫിലുള്ള കാര്യം പറയുന്നത്. ആരാണോ നേരത്തെ വരുന്നത് അവർക്കാണ് പരിഗണന ഉള്ളത്, അവർക്കാണ് പരിഗണന. അവിടെ നിങ്ങൾ നോക്കുക, നമസ്കാരത്തിന്റെ വിഷയത്തിൽ എല്ലാവരും ഒന്നിച്ച് ഒരേ സഫിൽ നിൽക്കുന്നു, നേരത്തെ വരുന്നവർക്ക് പരിഗണന. ഇനിയോ ഹജ്ജിന്റെ വിഷയത്തിലോ എത്ര വലിയ പണക്കാരനാണെങ്കിലും എത്ര വലിയ രാജാവാണെങ്കിലും ഒരേ വസ്ത്രം, ഒരൊറ്റ വസ്ത്രം, എല്ലാവരും ആ വെളുത്ത 2 വസ്ത്രങ്ങളാണ് ഒന്ന് ധരിക്കുകയും ഒന്ന് പുതക്കുകയും ചെയ്യുന്നതെങ്കിൽ ഞാൻ ആ കളർ ഉപയോഗിക്കൂല എന്ന് പറയാൻ പറ്റൂല. ആ കളർ തന്നെ ഉപയോഗിക്കണം. എനിക്ക് വേറെ എന്റേതായ കോട്ട് വേണം, പറ്റൂല. അവൻ ഹജ്ജ് ചെയ്യുന്നവനാണോ എങ്കിൽ അല്ലാഹു റസൂലും പറഞ്ഞതുപോലെ നിൽക്കണം. അവിടെ എല്ലാവർക്കും ഒരേ വസ്ത്രം, ഒരേ തക്ബീർ ധ്വനി, ഒരേ വാക്കുകൾ, ഒരേ കർമ്മങ്ങൾ. ഞാൻ കുറച്ചുകൂടി മുതിർന്ന ആളാണ്, എനിക്ക് കുറച്ചുകൂടി സ്ഥാനമുണ്ട്, ഞാൻ വലിയ ആളാണ്, ഒന്നുമില്ല. അള്ളാന്റെ അടുക്കൽ ഒരു പരിഗണനയില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. പരിഗണന ഉള്ളത് അള്ളാന്റെ ദീൻ എത്രത്തോളം പരിഗണിക്കുന്നുണ്ടോ അതിനനുസരിച്ച് കൊണ്ടാണ്ടാകുക. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ ഓരോ വിഷയത്തിലും ആ ഒരു പരിഗണന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് ഒരു സൈനിക നീക്കം നടത്തേണ്ടത് റോമക്കാർക്കെതിരെ. വലിയ ഒരു സൈന്യമായിരുന്നു റോമക്കാർ. അവർക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. അവർക്കെതിരെയുള്ള സൈന്യത്തെ സജ്ജീകരിച്ചു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈന്യത്തിന്റെ നായകനായി, സേനാനായകനായി കൊണ്ട് തീരുമാനിച്ചത് ആരെയെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഒരു കൗമാരക്കാരനായിരുന്നു. 14 or 15 വയസ്സ് അദ്ദേഹത്തിനുള്ളത്, അല്ലെങ്കിൽ മാക്സിമം 18 വയസ്സ്. ആ ഒരു കുട്ടിയാണ്
ആ ഒരു സൈന്യ നായകനായിക്കൊണ്ട് നബി നിയമിച്ചു കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, നിങ്ങളാണ് പോണ്ടേ. ആ സൈന്യത്തിൽ സാധാരണ ഭടന്മാർ, സാധാരണ പടയാളികൾ ആരൊക്കെയാണെന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പോലത്തെ ആളുകൾ. അവരെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണന കൊടുത്തത് ഉസാമ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അവിടെയാണ് അള്ളാന്റെ റസൂൽ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തീരുമാനിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആരാധനയുടെ വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലർക്കൊക്കെ ആരാധനയുടെ വിഷയത്തിൽ ഇങ്ങനെ എതിർപ്പുകൾ വരുന്ന സമയത്ത് ഇസ്ലാം പറയുന്നത് എല്ലാവർക്കും ഒരുമിച്ച് ആരാധനാ കർമ്മങ്ങൾ ചെയ്യാം, ഒരുമിച്ച് അവർക്ക് ഇബാദത്തുകൾ നിർവഹിക്കാം, ഒരേ സ്ഥലത്ത് അവർക്ക് ഒരുമിച്ച് കൂടാം, എല്ലാവരും ഒന്നിച്ചിരിക്കാം, കാരണം അവർക്കിടയിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെങ്കിൽ പിന്നെ ആരാണ് ഈ വംശീയവാദവുമായി കൊണ്ട് കടന്നു വന്നത്, ഈ ജാതീയതയുമായി കൊണ്ട് കടന്നു വന്നത്? ഞാനാണ് ഖൈർ എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് ആരാണെന്നറിയോ? വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഇബ്ലീസ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ശത്രുവായി ഇറങ്ങി തിരിച്ചിട്ടുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹു ഇബ്ലീസിനോട് പറഞ്ഞു ആദം നബി അലൈഹി സ്വലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ. എന്നാൽ ആ സമയത്ത് ഇബ്ലീസ് അതിന് വിസമ്മതം കാണിച്ചു. അതിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കാണ്, ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, ഞാൻ നിന്നോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ നീ എന്തേ അതിൽ നിന്നും മാറി നിന്നത്? എന്തേ നീ അതിൽ തടസ്സം നിന്നത്? ആ സമയത്ത് ഇബ്ലീസ് പറയുന്ന ഒരു വാചകമുണ്ട്, അന ഖൈറും മിൻഹു, അന ഖൈറും മിൻഹു, ഞാനേ അവനേക്കാൾ ഉത്തമനാണ്. ഖലഖ്തനി മിൻ നാർ വ ഖലഖ്തഹു മിൻ തീൻ, റബ്ബേ നീ എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് തീ കൊണ്ടാണ്, ആദമാകട്ടെ മണ്ണുകൊണ്ടും. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട അവന് സുജൂദ് ചെയ്യുകയോ? വംശീയതയായിരുന്നു. ഞാൻ എന്റെ വംശം അതാണ് ഏറ്റവും മേന്മ. ഇന്നും പല ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ, ഞാൻ എന്റെ വംശം, എന്റെ ജാതി, ഞാൻ ഇന്ന ടീമിൽപ്പെട്ട ആളാണ്. അതേ വാചകമാണ് ഇബ്ലീസ് പറഞ്ഞത്. ആ വാചകമാണ് പിന്നീട് ചരിത്രങ്ങളിൽ ഇങ്ങനെ ആവർത്തിച്ചു വന്നു. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തുന്ന സമയത്തും മുശ്രിക്കുകളും ഇതേ വാദവുമായിട്ട് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മുശ്രിക്കുകൾ വരികയാണ്. എന്നിട്ട് പറയാണ്, മുഹമ്മദ് നീ പറയുന്നത് ഞങ്ങൾ കേൾക്കാം, നിന്റെ സദസ്സിൽ ഞങ്ങൾ വന്നിരിക്കാം, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. നിന്റെ കൂടെയുള്ള ബിലാലും അമ്മാറും ഇബ്നു മസ്ഊദ് കണ്ടത് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ താഴേക്കടയിലുള്ള ആൾക്കാരാ. ഞങ്ങളുടെ അത്രയും ഞങ്ങളുടെ കൂടെ ഒന്നും ഇരിക്കാനുള്ള യോഗ്യത അവർക്കില്ല. അതുകൊണ്ട് നീ അവരെ മാറ്റി നിർത്തും, എന്നിട്ട് ഞങ്ങളെ മാത്രം വിളിക്കും, എന്നാ ഞങ്ങൾ വരാം. അതുമല്ലെങ്കിൽ അവർക്ക് വേറെ സ്ഥലം വെച്ചു കൊടുക്കും, ഞങ്ങൾക്ക് വേറെ സ്ഥലം, എന്നാലും ഞങ്ങൾ വരാൻ റെഡി. അവരുടെ ആ ഒരു വംശീയതയാണ്, ഞങ്ങളാണ് ഉന്നതർ എന്നുള്ള ചിന്ത. ആ വാക്കിനെ അള്ളാഹുവാണ് മറുപടി കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലാ തത്റുദിൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ, തങ്ങളുടെ രക്ഷിതാവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ നീ ആട്ടിപ്പായിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അള്ളാന്റെ റസൂലേ നിങ്ങൾ അവരെ വിടല്ലേ. ഈ വിശ്വാസികളെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇവരെ നിങ്ങൾ ഒഴിവാക്കണ്ട, ഇവരെ കൂട്ടിപ്പിടിച്ചു. ഈ ഒരു വാക്കാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വംശീയതയുടെയും ജാതീയതയും എന്തിനേറെ തന്റെ പാരമ്പര്യത്തിന്റെ വിഷയത്തിൽ പോലും കുറച്ചൊക്കെ ഫഖ്ർ പറഞ്ഞവരായിരുന്നു മുൻഗാമികൾ. ഒരു ചെറിയൊരു പൊങ്ങച്ചൊക്കെ ചരിത്രത്തിൽ വലിയൊരു സംഭവം നമുക്ക് കാണാൻ കഴിയും. സഹാബിമാരിങ്ങനെ കൂടിയിരിക്കണം. ആ സമയത്ത് പലരും അവരവരുടെ വാപ്പയെക്കുറിച്ചും അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാണ്, ഞങ്ങൾ ഇന്ന തറവാട്ടുകാരാണ്, ഞങ്ങൾ ഇന്ന കുടുംബക്കാരാണ്. അറബികൾക്കിടയിൽ വലിയ ഒരു കാര്യമാണ് അവരുടെ കുടുംബം പാരമ്പര്യമൊക്കെ പറയാ എന്നുള്ളത്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ പാരമ്പര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ ആ സദസ്സിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ടായിരുന്നു. സൽമാനുൽ ഫാരിസി ആരാന്നറിയോ? അദ്ദേഹം റോമക്കാരനായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു പ്രദേശക്കാരനായിരുന്നു, മദീനക്കാരനല്ല. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനായി നിരന്തരമായി യാത്ര ചെയ്ത് പിന്നീട് ഒരു ജൂതന്റെ അടിമയായി മദീനത്ത് എത്തപ്പെട്ട ആളാണ്. മുസ്ലിം ആകണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ യഥാർത്ഥ ദീനിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കാലങ്ങളോളം തന്റെ ചെറിയ പ്രായത്തിൽ ഇറങ്ങി ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മദീനത്ത് വന്നിട്ടുള്ളത്.
ആ സൽമാൻ ഫാരിസിനോട് ചോദിക്കപ്പെട്ടു, മൻ അൻസ് വമാ നസബുക യാ സൽമാൻ. അല്ല സൽമാൻ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പാരമ്പര്യം എന്താണ്? നിങ്ങളുടെ പിതാക്കൾ ആരൊക്കെയാണ്? ഈ ഒരു വാക്ക് സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിനോട് ചോദിക്കും. ആ സമയത്ത് ഫഖാല ബികുല്ലി ഫഖർ, അദ്ദേഹം കുറച്ച് അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു വാചകമുണ്ട്. കുറച്ച് അഭിമാനത്തോടു കൂടി സൽമാൻ ഫാരിസി പറയാണ്, അന സൽമാൻ ഇബ്നുൽ ഇസ്ലാം, ഞാനേ ഇസ്ലാമിന്റെ മകനായ സൽമാൻ, ഞാൻ ഇസ്ലാമിന്റെ മകനായ സൽമാനാണ്. എനിക്ക് പറയാനുള്ളതാണ്, എന്റെ ഐഡന്റിറ്റി ഞാൻ മുസ്ലിമാണെന്നുള്ളതാണ്. ഈ വാക്ക് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞതും ഫബകാ ഉമർ, ആ സദസ്സിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അന ഉമർ ഇബ്നുൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിന്റെ മകനായ ഉമറാണ്. ആ ഒരു പരിഗണന നോക്ക്. അവരെ ചേർത്ത് നിർത്തുകയാണ്. അവരുടെ പിതാക്കന്മാരെ പറഞ്ഞുകൊണ്ട്, അവരുടെ വംശം പറഞ്ഞുകൊണ്ട്, പാരമ്പര്യം പറഞ്ഞുകൊണ്ട് അകറ്റി നിർത്തല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ഞാനൊരു മുസ്ലിമാണെന്ന് പറയലാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നഷ്ടപ്പെട്ടിട്ടില്ലേ നമുക്ക്? ഒരു മുസ്ലിമാണെന്ന് പറയുമ്പോൾ, ഞാൻ ഇന്ന ഒരു ജോലിക്കാരനാണെന്ന് പറയുമ്പോൾ, ഞാൻ ഇന്ന ഒരു കുടുംബക്കാരനാണെന്ന് പറയുമ്പോൾ പലപ്പോഴും തല താഴ്ത്തിക്കൊണ്ടാണ് പലരും പറയുന്നത്. മുസ്ലിമാകുന്നത് ഒരു കുറവാ? മുസ്ലിമാകുന്നത് അപമാനമാ? ഒരു മുസ്ലിം ഇസ്സത്തോടു കൂടിയാ പറയേണ്ടത്. സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതും അങ്ങനെയാണ്, അന സൽമാൻ ഇബ്നുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മകനാണ് ഞാൻ, ഇസ്ലാമിന്റെ മകൻ. ഇസ്ലാമിന് വേണ്ടി ഇറങ്ങി തിരിച്ചാളാ, ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഇറങ്ങിയതാ. അങ്ങനെയാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു എത്തപ്പെടുന്നത് മദീനത്ത്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിറത്തിന്റെ പേരിലോ വംശത്തിന്റെ പേരിലോ ഉള്ള അധിക്ഷേപം എന്ന് പറഞ്ഞാൽ അത് ജഹാലത്താണ്, വിവരമില്ലായ്മയാണ്. അവിവേകികളായ ആളുകൾ മാത്രമേ അത് നോക്കുള്ളൂ. ഖേദകരം എന്ന് പറയട്ടെ, നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമ്മൾ ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കാണുകയുണ്ടായി. ചില നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ചില നാട്ടിലുള്ള ആളുകളൊക്കെ അവരുമായിട്ട് സംസാരിക്കണമെങ്കിൽ അവരുടെ നിറം വേണം. സുബ്ഹാനല്ലാഹ്, ഒരു സമൂഹത്തിന്റെ ഉന്നതമായ നേതൃത്വം വഹിക്കുന്ന ആളുകളിൽ പോലും അത്തരത്തിലുള്ള ജാതീയത, അത്തരത്തിലുള്ള നിറത്തിന്റെ പേരിലുള്ള പ്രവർത്തനങ്ങൾ അല്ലേ നമ്മൾ കണ്ടത്? എന്നാൽ അവിടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത്? ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത്? മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തമ്മിൽ ഇങ്ങനെ ചെറിയൊരു സംസാരം ഉണ്ടായി. ആ സംസാരം കുറച്ച് കനത്തുപോയി. മാനസികമായി കൊണ്ടുള്ള പ്രശ്നമാണ്. മനുഷ്യരെന്ന നിലയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ആ പ്രശ്നത്തിൽ വല്ലാതെ ദേഷ്യം വന്നപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, യബ്ന സൗദ, യബ്ന സൗദ, കറുത്തവളുടെ മകനെ, കറുത്തവളുടെ മകനെ. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് ആ ഒരു വാക്ക് വീണുപോയി. ബിലാൽ റളിയല്ലാഹു അൻഹു വല്ലാത്ത വശം. കാരണം തന്റെ നിറത്തിന്റെ പേരിലാണ് പറഞ്ഞത്, തന്റെ കുടുംബത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, ഉമ്മാനെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം സങ്കടത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു പരാതിയുണ്ട്. എന്നിട്ട് പറയാണ്, എന്നെ അബൂദർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനെ വിളിച്ചു. എന്നിട്ട് ചോദിക്കാണ്, യാ അബൂദർ അയ്യർതഹു ബി ഉമ്മി, അബൂദർ, നിങ്ങൾ അവരുടെ ഉമ്മാനെ നിറത്തിന്റെ പേരിൽ നിങ്ങൾ ആക്ഷേപിച്ചോ? ഇന്നകംറുഉം ഫീക ജാഹിലിയ, അങ്ങനെ നിങ്ങളെ നാവെന്ന് വന്നിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് എപ്പോഴും ചെയ്തിട്ടില്ല, ആ ജാഹിലിയത്ത് വിട്ടിട്ടില്ല കേട്ടോ, നിങ്ങൾ എപ്പോഴും ജാഹിലിയത്തിൽ തന്നെയാണ്. അങ്ങനത്തെ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ദേഷ്യപ്പെട്ടു. ഹദീസിൽ കാണാൻ പറ്റും, അബൂദർ റളിയല്ലാഹു അൻഹുവിനെ തന്റെ തെറ്റ് ബോധ്യപ്പെടുക. അദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് ഓടി. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാ അർഫഉ ഖദ്ദി അനി തുറാബ്. അദ്ദേഹം തന്റെ കവിള് അത് ബിലാൽ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നതിന്റെ താഴെ നിലത്തായിട്ട് കൊണ്ടുപോയി വെക്കാണ്, മണ്ണിലാക്കി വെക്കാണ്. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അല്ലാഹുവാണ് സത്യം, നിങ്ങൾ എന്റെ ഈ കവിളത്ത് ചവിട്ടാതെ ഞാൻ എന്റെ തല ഉയർത്തൂല. കാരണം അത്രയും വലിയൊരു തെറ്റാണ്, ഒരു വാക്കാണ് എന്റെ നാവിൽ നിന്ന് വന്നത്. നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അതിന് പൊരുത്തപ്പെട്ടു കൊടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക്, മനുഷ്യനെന്ന നിലക്ക് വരുന്ന ഒരു വാക്ക്, ഒരു പക്ഷേ അവർ കാലങ്ങളായി പറഞ്ഞ ചില വാക്കുകളിൽ നിന്നും അവരുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാത്ത ഒരു വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞ എന്താ? ജാഹിലിയത്ത് എപ്പോഴും മാറിയിട്ടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കണേ, നമ്മളൊക്കെ ഇടയിൽ എന്തെല്ലാം സംസാരങ്ങളെ വരുന്നു. പലരുടെയും നിറത്തിന്റെ പേരിൽ, അവന്റെ കുടുംബത്തിന്റെ പേരിൽ,
അവൻ ചെയ്യുന്ന ജോലിയുടെ പേരിൽ. എന്തല്ല നമ്മൾ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നവരുടെ കാര്യം ഇപ്പൊ ഈ പറയും. മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നവരുടെ കാര്യം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പരിഹാസങ്ങൾ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലൂടെ പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളൊരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. ഒരുപക്ഷേ പരിഹസിക്കുന്നവരെക്കാൾ പരിഹസിക്കപ്പെടുന്നവർ ഉത്തമരായേക്കാം. അള്ളാന്റെ പ്രയോഗമാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്ന് പോണ്ട. കാരണം ഒരു പക്ഷെ നിങ്ങളെക്കാൾ അള്ളാന്റെ അടുക്കൽ പരിഗണന ഒരുക്കണ്ട്. എത്ര വലിയ വെളുപ്പുള്ള ആളാണെങ്കിലും, എത്ര വലിയ സമ്പന്നനാണെങ്കിലും, എത്ര വലിയ തറവാടിത്തമുള്ള ആളാണെങ്കിലും അവൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ പാടില്ലെന്ന്. എന്തിനേറെ വിവാഹ ബന്ധത്തിൽ പോലും ഇസ്ലാം ചില നിയമങ്ങൾ വെച്ചു. പണ്ട് കാലത്ത് ആ നേതാക്കന്മാരായ ആളുകൾ മാത്രം, അല്ലെങ്കിൽ ഉന്നതരായ ആളുകൾ അവരുടെ കുടുംബങ്ങൾ തമ്മിലാണ് കല്യാണം കഴിച്ചിരുന്നത്. ആ ഒരു തറവാടിത്തത്തിന്റെ മഹത്വവും തറവാടിത്തത്തിന്റെ മേന്മയും പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. പ്രവാചകന്റെ സ്വന്തം കുടുംബം, നബിന്റെ അമ്മായിയുടെ മകൾ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, അവർക്ക് വിവാഹം അന്വേഷിച്ചത് ആരെയെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഒരു കാലത്ത് മക്കയിലെ അടിമയായിരുന്നു. മക്കയിലെ അടിമയായി ജീവിച്ച് പിന്നീട് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ള സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയാണ് ഖുറൈശി തറവാട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം അന്വേഷിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു സൂചനയാണ്. എത്ര വലിയ കുടുംബക്കാര് അവർ തമ്മിലൊന്നുമല്ല. ഇങ്ങനെ ബാക്കില് അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന ജാതിക്കാരെന്നല്ല. പരസ്പരം മനസ്സിലാകണോ എങ്കിൽ അവരൊരു ഒന്നിച്ചു ജീവിച്ചോട്ടെ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ഒരു സിഗ്നൽ കൂടി, അല്ലെങ്കിൽ വലിയ ഒരു അടയാളം കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ കാണുവാൻ സാധിക്കും മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലേക്ക് വരിക. ജുലൈബീബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. എപ്പോഴും പള്ളിയിലാണ് അദ്ദേഹം. ശാരീരികമായി ചില കുറവുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നതിനിടയിൽ ചോദിച്ചു, ജുലൈബീബ്, നിങ്ങൾ ഇങ്ങനെ നടന്നാൽ മതിയോ? ഒരു വിവാഹം കഴിക്കണ്ടേ? ജുലൈബീബ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, അള്ളാഹുവിന്റെ റസൂലെ, എനിക്കാര് വിവാഹം ചെയ്തു? ഞാൻ ഇന്ന കുറവുകളുള്ള ആളല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദാ ഇന്ന ഒരു ഭാഗത്ത് ഒരു കുടുംബമുണ്ട്, അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, ആ ഒരു സ്ത്രീയെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ജുലൈബീബ് റളിയല്ലാഹു അൻഹു പിന്നീട് ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ജുലൈബീബ് റളിയല്ലാഹു അൻഹു തന്റെ വരവിന്റെ ഉദ്ദേശം പറഞ്ഞതും ആ വീട്ടിലുള്ള ഉമ്മ എതിർപ്പുമായി കടന്നു വന്നു. കാരണം ജുലൈബീബ് റളിയല്ലാഹു അൻഹു കാണാൻ അത്ര സൗന്ദര്യമില്ലായിരുന്നു, തറവാടിത്തമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊന്ന് പിന്നിലേക്ക് നിൽക്കുന്ന സമയത്ത് വീടിന്റെ ഉള്ളിൽ നിന്നും വിശുദ്ധ ഖുർആനിന്റെ ഒരായത്തുമായി ജാരിയ റളിയല്ലാഹു അൻഹ തന്റെ പ്രതികരണം അറിയിക്കുക. ആരെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞത്, ആ ജാരിയ റളിയല്ലാഹു അൻഹ പറയാണ് ഖുർആനിന്റെ ആയത്തോതിക്കൊണ്ട്, അല്ലാഹും റസൂലും ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയാൽ, അവരൊരു തീരുമാനം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു വിശ്വാസിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് ഞാൻ റെഡിയാണ്. ആ വിവാഹം നടന്നു. നല്ല സുന്ദരമായി അവർ ജീവിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം, ഒരു യുദ്ധത്തിൽ ഈ ജുലൈബീബ് റളിയല്ലാഹു അൻഹു ഷഹീദായി. ഒരു യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാവണം. അദ്ദേഹം ഷഹീദായി കിടക്കുന്ന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നുണ്ട്. പ്രവാചകൻ അവിടെ ഇരുന്നു. മരിച്ചു കിടക്കുന്ന അദ്ദേഹത്തിന്റെ തല തന്റെ മടിയിലേക്ക് വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹാദാ മിന്നി വ അന മിൻഹു. ഈ ജുലൈബീബ് എന്നിൽപ്പെട്ടവനാണ്, ഞാൻ അദ്ദേഹത്തിൽപ്പെട്ട. കാണാൻ സൗന്ദര്യമില്ലാത്ത, തറവാടിത്തമില്ലാത്ത, ഒരു പക്ഷേ താഴ്ന്ന വിഭാഗം എന്ന് നമ്മുടെ സമൂഹം പറയാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയുടെ ആ ഒരു മയ്യത്തിന്റെ അടുത്ത് വന്നിട്ട് നബി പറയുന്ന വാക്ക് എന്നിൽപ്പെട്ട ആളാണ്. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിഗണനയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
ഇസ്ലാമിന്റെ പ്രസക്തി എന്ന നിലക്ക് മനസ്സിലാക്കേണ്ടത് ജാതീയമായിക്കൊണ്ടോ വംശീയമായിക്കൊണ്ടോ തൊഴിൽപരമായിക്കൊണ്ടോ കുലമഹിമയുടെ പേരിൽ പറഞ്ഞുകൊണ്ടോ തറവാടിത്തത്തിന്റെ പേരിലോ യാതൊരു തരത്തിലുമുള്ള വിവേചനം പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി യഥാർത്ഥ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജാതീയമായി കൊണ്ടുള്ള ഭിന്നതകളിൽ നിന്നും വിഭാഗീയതയിൽ നിന്നും ഇസ്ലാമിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ഒരുപക്ഷെ ഈ വംശീയതയും വിഭാഗീയതയും സമൂഹത്തിൽ എത്രത്തോളം ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് നിയമങ്ങൾ പോലും വ്യത്യസ്തമാണ് എന്നത്. സമൂഹത്തിൽ ഉയർന്ന ജാതിക്കാരായ ആളുകൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിനെ നിസാരവൽക്കരിക്കുകയും അതിനെതിരെയുള്ള കേസെല്ലാം മാറ്റി നിർത്തപ്പെടുകയും താഴ്ന്ന ജാതിക്കാരനോ നിറം കുറഞ്ഞവനോ ഒക്കെ ആയ ആളുകൾ വല്ല തെറ്റും ചെയ്യുമ്പോഴേക്ക് അവരുടെ നിറം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും, അവരുടെ വസ്ത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും, അവർ ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ള പ്രയോഗങ്ങൾ വരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നാവിൽ നിന്ന് വരുന്നത്. അവിടെയാണ് ചരിത്രത്തിൽ ഒരു നേതാവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇന്നുള്ള നേതാക്കന്മാരെ പോലെയല്ല, ഉയർന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന നിയമങ്ങളല്ല. ഏതെങ്കിലും ഒരു നിയമം വരുമ്പോഴേക്ക് അത് മറ്റുള്ളവന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നേതാവിനെയല്ല, മറിച്ച് നീതിയോടുകൂടി വർത്തിക്കുന്ന ഒരു നേതാവിനെ, വംശം നോക്കാതെ തറവാടിത്തം നോക്കാതെ നീതിയോടുകൂടി വർത്തിക്കുന്ന ഒരു നേതാവിനെ ഇസ്ലാമിക ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഖുറൈശികളെ പോലെ മക്കയിൽ വലിയ സ്ഥാനമുള്ളവരായിരുന്നു മഖ്സൂം ഗോത്രക്കാർ. ആ മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഒരു കളവ് നടത്തി, മോഷണം നടത്തി. അത് പിടിക്കപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഇസ്ലാമികമായിട്ടുള്ള നിയമമാണ് മോഷ്ടിച്ചവന്റെ കട്ടവന്റെ കൈവെട്ടണം എന്നുള്ളത്. ഈ സ്ത്രീയുടെ കൈവെട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് മഖ്സൂം ഗോത്രക്കാരിൽപ്പെട്ട ചില ആളുകൾ ഉസാമ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് വന്നു. ഉസാമ റളിയല്ലാഹുവിന് ഒരു പ്രത്യേകതയുണ്ട്, ഹിബ്ബുൻ നബീന, നബിയുടെ ഇഷ്ടക്കാരൻ. ആ കുട്ടിയായതുകൊണ്ട് തന്നെ നബിക്ക് വല്ലാത്തൊരു സ്നേഹമായിരുന്നു അദ്ദേഹത്തോട്. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നിങ്ങളൊന്ന് പറയണം, നിങ്ങളൊന്ന് ഇടപെടണം. മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അവര് സമൂഹത്തിൽ കുറച്ചൊക്കെ ഒരു ഉന്നത ആൾക്കാരല്ലേ, കുറച്ചൊരു സ്ഥാനമുള്ള ആൾക്കാരല്ലേ, ഓരോന്നും നമ്മളൊന്ന് പരിഗണിക്കണ്ടേ. ഈ വാക്ക് പറഞ്ഞതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ട് പറയാണ്, അല്ലാഹുവാണ് സത്യം, ലൗ അന്ന ഫാത്തിമ ബിൻത് മുഹമ്മദ് സറഖത്, മുഹമ്മദിന്റെ മകളായ ഫാത്തിമയാണ് മോഷണം നടത്തിയിട്ടുള്ളതെങ്കിൽ പോലും ലഖതഅതു യദഹാ, അവളുടെ കയ്യും ഞാൻ വെട്ടും. അതിനപ്പുറത്തേക്ക് ഇനി വേറൊന്നും പറയാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രഖ്യാപനം. ഒരാൾക്കും അവന്റെ വംശം നോക്കിക്കൊണ്ട് അവന്റെ തറവാട് നോക്കിക്കൊണ്ടല്ല നിയമത്തിൽ മാറ്റം വരിക. എല്ലാവർക്കും ഒരേ നിയമം, നീതിയോടുകൂടിയുള്ള പെരുമാറ്റം. പ്രിയപ്പെട്ടവരെ, ഇത്രയേറെ വിശദീകരിക്കാനുള്ള കാരണം നമ്മുടെ സംസാരത്തിൽ ഈ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ജോലിക്ക് വേണ്ടി വരുന്ന ആളുകളെ നമ്മൾ